ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഞാൻ ഗോതമ്പ് പൊടിയായിട്ട് നിൽക്കുകയാണ്. ഗോതമ്പ് പുട്ടുണ്ടാക്കണം, നെയ്യിൽ പൊരിച്ച് പപ്പടം കൂട്ടി കഴിക്കണമെന്നൊരു മോഹം കേട്ടോ. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ച് ഉപ്പിട്ടു. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഗോതമ്പ് മാവിട്ട് സ്പൂണിൻ്റെ കോല് കൊണ്ടൊന്ന് ഇളക്കിയെടുത്തേ. അത് തണുത്ത് വരുമ്പോഴത്തേക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് പുട്ടിനുള്ള മാവ് റെഡിയായി കിട്ടും. നമുക്കത് നനവ് കുറവെന്ന് തോന്നിയാൽ മാത്രം ഒരല്പം വെള്ളം തളിച്ച് ഒന്ന് കൈകൊണ്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. മാവൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ. ചിരട്ടപ്പുട്ടാകുമ്പോൾ നല്ല എളുപ്പമല്ലേ, കുക്കറിലങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടില്ലേ. അതുകൊണ്ടാണ് അത് അതിലുണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മാവും കൂടെ ബാക്കിയുണ്ട്, ഞാൻ അതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അത് പുട്ടെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നെയ്യിൽ പപ്പടം കൂടെ കാച്ചണം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചായയും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.